ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം ഏതൊരു ക്രിയേറ്ററുടെയും ആഗ്രഹം അവരുടെ യൂട്യൂബ് ചാനൽ എത്രയും വേഗത്തിൽ വ്യൂസ് കൂടി സബ്ബായി വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഒരു വ്യൂസിനെ കുറിച്ചാണ്. കാരണം പലരും വാച്ച് ടൈമിന്റെ പ്രോബ്ലം പറയാറുണ്ട്, റവന്യൂവിന്റെ പ്രോബ്ലം പറയാറുണ്ട്, സബ്സ്ക്രൈബർ വരുന്നില്ല എന്ന് പറയാറുണ്ട്, വ്യൂസ് വരുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് നല്ല വ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല സബ് വരും. വ്യൂസ് കൂടുന്നതിനനുസരിച്ചിട്ട് സബ് കൂടും, അതുപോലെ വാച്ച് ടൈമും കൂടും. വാച്ച് ടൈം കൂടിയാൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാം. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് വ്യൂസ് കൂടുമ്പോൾ റവന്യൂ കൂടും. അപ്പൊ ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ബേസിക് പ്രോബ്ലം എന്നുള്ളത് വ്യൂസ് തന്നെയാണ്. അപ്പൊ വ്യൂസ് കൂട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വാച്ച് ടൈം കൂട്ടാൻ എന്ത് ചെയ്യണം, റവന്യൂ കൂട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചാനലിൽ വ്യൂസ്, ഓർഗാനിക് വ്യൂസ് വരിക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം തന്നെ പറയുന്നു, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഫേക്ക് ആയിട്ട് ട്രാഫിക് കൊണ്ടുവന്നിട്ട് പിന്നീട് നിങ്ങൾ പറയാണ് വ്യൂസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് മറികടക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. കാരണം ഒരുപാട് പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ചാനൽ ചെക്കിങ്ങിന് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ചാനൽ റീച്ച് ആകുമോ എന്ന് ചോദിച്ചിട്ട്. അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കാരണം ഫേക്ക് ആയിട്ട് നിങ്ങൾ ട്രാഫിക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വ്യൂസ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വ്യൂസ് കൂടുമ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഓർഗാനിക് വ്യൂസ് എന്നുള്ളത് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വെറുതെ ഒരു വ്യൂസിന്റെ അക്കം അല്ലെങ്കിൽ വാച്ച് ടൈമിന്റെ അക്കം അവിടെ കൂടിയതുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവരുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത് പലരും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 2 രീതിയിൽ ഒരു തരംതിരിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും. ഞാൻ എപ്പോഴും വ്യൂസ് കൂടുന്നതിന് എന്തെങ്കിലും ടിപ്സ് ഒക്കെ ആയിട്ട് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചാനലിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഓഡിയൻസിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അതേ കണ്ടന്റ് ചെയ്യുന്ന, കുക്കിംഗ് ചെയ്യുന്ന വേറൊരാളുടെ ആളെ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ ഒരു ടിപ്സ് പറയുമ്പോൾ അത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന്റെ പൾസ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ആമുഖമായിട്ട് പറയാണ്. കാരണം ഞാനത് മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാകും. നമ്മളെ വീഡിയോയുമായിട്ട് പോകുന്നത് നമ്മുടെ ഓഡിയൻസിന്റെ മുന്നിലേക്കാണ്. അപ്പൊ ആ ഓഡിയൻസ് അതിന് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. 2 രീതിയിൽ നമ്മൾ കാറ്റഗറി ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യത്തെ കാറ്റഗറി എന്നുള്ളത്, നമ്മളൊരു ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചാനലിൽ ഒന്നുകിൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു തീം ഉണ്ടാവും, ഒരു നിശ്ചയം ഉണ്ടാവും. അതിൽ അവർ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് പോരുന്നുണ്ടാകും, പക്ഷെ വ്യൂസ് വരുന്നില്ല. രണ്ടാമത്തെ കാറ്റഗറി, ഈ ക്രിയേറ്റേഴ്സ് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും, മാത്രമല്ല അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നുണ്ടാകും. അവർക്ക് ഏത് ടൈപ്പ് വീഡിയോ ചെയ്യാൻ അവർ തയ്യാറാണ്. ഒരുപാട് അന്വേഷിച്ച് റെഫറൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യുന്നവരായിരിക്കും, പക്ഷെ അവർക്കും വ്യൂസ് ഇല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും കോമൺ ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് വ്യൂസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു മീഡിയയിലൂടെ, ഈ ഒരു ചാനലിലൂടെ ഒരു ടിപ്സ് പറയുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ തൊട്ടു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തതിനെ കുറിച്ച് വ്യൂസ് വരുന്നില്ല എന്നുള്ള പരാതി പറയുമ്പോൾ നിങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ വീഡിയോ എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന് താഴെ ഒരുപാട് ആളുകൾ ഇത് ഫോളോ ചെയ്ത് നോക്കാം, നല്ലൊരു ടിപ്സ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാള്, ഒരു സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വർക്ക്ഔട്ട് ആകുമോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ക്രിയേറ്ററോട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഇത് ഈ ഒരു രീതിയിൽ പലർക്കും ഇത് സംശയം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചാനലിൽ ഒരു ടിപ്സ് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ 2 ആയിട്ട്
തരം തിരിച്ചിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ മോസ്റ്റ് പോപ്പുലർ വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന്റെ പൾസ് കൂടി അതിലേക്ക് ചേർക്കണം. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക, തമ്പനയിൽ സെറ്റ് ചെയ്യുക, ഇങ്ങനെയല്ലേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. കാരണം എന്റെ മുന്നിൽ ഇപ്പൊ ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ചാനൽ തരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വ്യൂസ് വരുന്നില്ല. അത്യാവശ്യം അവരുടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പൊ അതിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു സംഭവം ഒരു ചാനലിൽ അപ്ലൈ ചെയ്താൽ അത് റിസൾട്ട് കിട്ടണം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഓഡിയൻസിന്റെ പൾസ് അറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വർക്കൗട്ടായ 2 എക്സാമ്പിളുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഇത് കാണുന്ന നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാൾ, അയാള് ഇപ്പൊ നമ്മളൊരു മോസ്റ്റ് പോപ്പുലർ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ക്ലിക്കായി എങ്കിൽ ഇനിയും വെള്ളപ്പം ഉണ്ടാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ രീതിയിൽ ചിന്തിച്ചേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ മാത്രം നിങ്ങൾ ചെയ്യണം എന്നല്ല, പക്ഷെ അത് മോസ്റ്റ് പോപ്പുലർ വീഡിയോ ആവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതുണ്ടാകും. ആ ഒരു റീസൺ നമ്മൾ കണ്ടെത്തി അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനോട് കൂടെ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ ആണ്. പക്ഷെ അവരിടുന്ന വീഡിയോക്കൊക്കെ വ്യൂസ് കുറവാണ്. പക്ഷെ അതിലൊരു വീഡിയോ ക്ലിക്കായി ചാനൽ മോണിറ്റൈസേഷൻ ആയി വരുമാനമൊക്കെ വരാൻ തുടങ്ങി. സന്തോഷമുള്ള കാര്യം. പക്ഷെ ഇവര് നല്ല നല്ല കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അവർക്ക് വ്യൂസ് വരുന്നില്ല, വ്യൂസ് കുറവാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓർഗാനിക് ആയിട്ട് വന്ന വ്യൂസ് ആണ്. അവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ചാനലാണ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. പക്ഷെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ, ചാനൽ ചെക്ക് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഡേ ഇൻ മൈ ലൈഫ് ആണ് കൂടുതൽ വ്യൂസ് വരുന്നത്. കുക്കിങ്ങിനേക്കാളും കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് വ്യൂസ് വരുന്നത്. അതല്ലാത്ത രീതിയിൽ അവർ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് വ്യൂസ് വരുന്നില്ല എന്ന്. അപ്പൊ ആ ഒരു ക്രിയേറ്ററുമായിട്ട് ഒരുപാട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവസാനം എത്തിയത്, അതായത് സംസാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അപ്പൊ അത് അങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെ ചെയ്ത് നോക്കി, അപ്പൊ ഓഡിയൻസിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു വന്ന് അവസാനം നമ്മൾ ഒരു തീരുമാനത്തിലെത്തി. അതായത് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യൂ, അല്ലെങ്കിൽ കുക്കിംഗ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യൂ. സ്ഥിരമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഒരു ബോറായി തുടങ്ങി, എനിക്ക് തന്നെ ചടച്ചു. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുക്കിംഗ് ആണ്. പക്ഷെ അത് എനിക്ക് ചെയ്യുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല, വ്യൂസ് വളരെ ഡൗൺ ആകുന്നു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ കൂടുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് അവരുടെ ഓഡിയൻസിന്റെ പൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. പക്ഷെ ഇവർക്ക് താല്പര്യം കുക്കിംഗ് ആണ്. അങ്ങനെയെങ്കിൽ അത് ക്ലബ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അതായത് നിങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അതിൽ അന്നത്തെ ഒരു മെയിൻ എന്നുള്ളത് നിങ്ങളുടെ കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുക. മെല്ലെ നിങ്ങളുടെ ഓഡിയൻസിനെ കുക്കിങ്ങിലേക്ക് കൊണ്ടുവരിക. അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുക്കിംഗ് കാണിച്ചിട്ട് ആ ഒരു എൻഡിങ് അവസാനിപ്പിക്കുക, ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് അവരുടെ ചാനലിൽ വർക്ക്ഔട്ട് ചെയ്തു. അത് ശരിക്കും സക്സസ് ആയി. കാരണം ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, പക്ഷെ അന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് ആ ഒരു കുക്കിംഗ് അവർ കാണിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള കമന്റ് വരാൻ തുടങ്ങി, ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ ആ ഒരു ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഓഡിയൻസിലേക്ക് പോയോ അതോ ഓഡിയൻസ് നമ്മളിലേക്ക് വന്നോ എന്നുള്ളതാണ്. അതൊരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ആ ഒരു ചാനലിന്റെ വിജയം എന്നുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ കുക്കിംഗ് വീഡിയോ നിങ്ങൾ അങ്ങനത്തെ തമ്പനയിൽ വെക്കുക, അതിശയോക്തി നിറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല തമ്പനയിൽ വെക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരിത് നല്ല തമ്പനയിൽ പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷെ ക്ലിക്ക് വരുന്നില്ല. അപ്പോൾ ഇവരുടെ ഓഡിയൻസിന്റെ പൾസ് ഇങ്ങനെയാണെങ്കിൽ അവരിൽ നമ്മൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മളൊരു ടിപ്സ് പറയുമ്പോൾ അത് നിങ്ങളുടെ ചാനലിൽ എങ്ങനെ വർക്ക്ഔട്ട് ആകും എന്നുള്ളത് നിങ്ങളുടെ ഓഡിയൻസിന്റെ പൾസ് കൂടി അതിലേക്ക് കണക്ട് ചെയ്താലേ അത് 100% വർക്ക്ഔട്ട് ആവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്രിയേറ്ററെ നിങ്ങൾ മനസ്സിലാക്കി. ഞാനൊരു ടിപ്സ് പറയുമ്പോൾ അത് എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഈ രീതിയിൽ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു ക്രിയേറ്റർക്ക് സക്സസ് ആയി. 100% നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയം എന്നുള്ളത്. അവിടെ ഇപ്പൊ എനിക്ക് ഫേക്ക് ആയിട്ട് ട്രാഫിക് കൊണ്ടുവന്ന് നിങ്ങളുടെ ചാനലിനെ രക്ഷിക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ ചാനലിൽ ക്ലിക്ക് ആകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നിങ്ങൾ 2024 നിങ്ങളുടെ ചാനൽ ഒരു 2025 ക്ലിക്ക് ആകാൻ ചാൻസ് ഉള്ള ഒരു ചാനലിന് ഒരു ഭാവി ഉണ്ടാവുമല്ലോ. നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ 2025 ഓഗസ്റ്റിൽ ക്ലിക്ക് ആകണം എന്നുള്ളതാണ് നിങ്ങളുടെ ചാനലിന്റെ ഭാവി എന്ന് കരുതുക. നിങ്ങൾ അവിടെ ഈ ഒരു ഫേക്ക് ആയിട്ട് ട്രാഫിക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാവി നിങ്ങൾക്ക് അവിടെ ഇല്ലാതാവുകയാണ്. പിന്നെ അത് ഓവർകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു സബ്സ്ക്രൈബറുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, അത് എങ്ങനെ അവർ അപ്ലൈ ചെയ്തപ്പോൾ അവരുടെ ചാനലിൽ ക്ലിക്കായി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ക്രിയേറ്റർ നോക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്റെ കയ്യിൽ ഒരു ചാനൽ ചെക്ക് ചെയ്യാൻ തന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബർ ആണ്. ഒരുപാട് വീഡിയോസ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്, കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പല ട്രാവൽ വ്ളോഗ് വരെ ചെയ്യുന്നുണ്ട്. എന്താണ് ട്രെൻഡിങ് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചാനൽ ചെക്ക് ചെയ്യാൻ തന്നപ്പോഴും. അങ്ങനെ അവരുടെ ചാനൽ ചെക്ക് ചെയ്തു. അവരുടെ ചാനലിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടി. അങ്ങനെ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, അതുപോലെ വ്യൂസും അല്ലാതെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോസ്റ്റ് പോപ്പുലർ എന്നുള്ള ഒരു സംഭവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ എനിക്കൊരു സ്പാർക്ക് കിട്ടി. എനിക്കത് ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല. അതായത് മോസ്റ്റ് പോപ്പുലർ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് അത് നോക്കിയപ്പോൾ ഒരു ഹോം ടൂർ ആണ്. അവരുടെ ഒരു റിലേറ്റീവിന്റെ ഹോം ടൂർ ചെയ്തത് നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവരുടേതായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനൊന്നും വ്യൂസ് വരുന്നില്ല. അപ്പൊ ഞാൻ ആ ക്രിയേറ്ററോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവര് എങ്ങനെയാണ് അവരുടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അതായത് പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ, സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഫാമിലിയൊക്കെ സപ്പോർട്ടാണ്, പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യാനും കഴിയുമെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഒരു സജഷൻ ആണ്, ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു ഹോം ടൂറിൽ ഇത്രയും വ്യൂസ് വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ അടുത്തുള്ള പുതിയ വീട്, ഹൗസ് വാമിംഗ് ഒക്കെ നടന്ന വീടുകൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ചാനലിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഓഡിയൻസിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ അല്ല, കുറച്ച് വീഡിയോസ് എങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവരതിന് ഓക്കെയാണ്. അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി സപ്പോർട്ടാണ്, ഡ്രൈവിംഗ് ഒക്കെ അറിയാം. അപ്പൊ അതിനുശേഷം ഇവരുടെ അടുത്തുള്ള വീടൊക്കെ ഇതേപോലെ ഹോം ടൂർ രീതിയിൽ ചെയ്യാൻ തുടങ്ങി, പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ അതിന് ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ചില വീടുകളിൽ നമ്മൾ കോസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് തംബ്നെയിലിൽ കാണിക്കേണ്ടത്. അതല്ലെങ്കിൽ ചില വീഡിയോസിന് അതിന്റെ കോസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു കുറവാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തതെങ്കിൽ ചില വീടിന് നമ്മൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഹൈലൈറ്റ്. അപ്പൊ ആ ഒരു വീടിന്റെ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മളത് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ അവർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ കുറച്ച് വീഡിയോസ് അങ്ങനെ ചെയ്തു. പിന്നെ ഒരു ദിവസം അവർ വിളിക്കുന്നുണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. അപ്പൊ നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് 100% സക്സസ് ആയിട്ടുണ്ട്. ശരിക്കും അവരുടെ ഒരു വീടിനെ കുറിച്ചുള്ള ഒരു ചാനലായിട്ട് മാറി. പുതിയ വീടുകൾ, പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് യാത്രയൊക്കെ പോകുമ്പോൾ നല്ല വീട് കണ്ടു കഴിഞ്ഞാൽ ഇവർ നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് അത് ഷൂട്ട് ചെയ്തിടാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് അവര് തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഏത് വീഡിയോ ചെയ്യാൻ അവർ തയ്യാറാണ്. ഈ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ട്, മാത്രമല്ല അവർ പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യാൻ തയ്യാറുമാണ്. അതുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആയത്. അതല്ല ചിലർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പൊ ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പൊ എന്തായാലും ആ രീതിയിൽ അത് മുന്നോട്ട് പോയപ്പോൾ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത് എന്റെ ഒരു വിജയമല്ല, അവരുടെ ട്രാക്ക് കണ്ടെത്തി ശരിയായ രീതിയിൽ പോയത് കൊണ്ട് ഓർഗാനിക് ആയിട്ട് വ്യൂസ് വന്നു, ചാനല് ക്ലിക്കായി എന്നുള്ളതാണ്. രണ്ടാമത് ഡേ ഇൻ മൈ ലൈഫ്, അത് അവരുടെ ഓഡിയൻസിന്റെ പൾസ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ വിജയം ആരംഭിച്ചു എന്ന് പറയാം. എന്നാൽ എല്ലാവരും പരാജയപ്പെടുന്നതും ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വാച്ച് ടൈം കൊണ്ടുവരാൻ, വ്യൂസ് കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്കല്ല നീങ്ങേണ്ടത്. നിങ്ങളുടെ ചാനലിന്റെ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവെന്താണ്, അത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. അപ്പൊ ഈ 2 ചാനലും ക്ലിക്കായതും 100% അവരുടെ എഫേർട്ട് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്. 100% അവരുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണ്. എനിക്കിപ്പോ ഈ ഒരു ക്യാമറന്റെ മുന്നിൽ ഇരുന്നിട്ട് അത് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവര് ഭയങ്കര സങ്കടപ്പെട്ട് നമ്മളെ വിളിച്ചതായിരുന്നു, അപ്പൊ അവർക്ക് അങ്ങനെ പറയാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുന്നത് ഒരു തരത്തിലും ശരിയല്ല. കാരണം എനിക്ക് അത് പറയുന്ന ചെലവേ ഉള്ളൂ, നമുക്ക് എന്തും പറയാലോ. പക്ഷെ
അത് പ്രവർത്തിച്ചത് അവരാണ്, ആ എഫേർട്ട്. അപ്പൊ അത് 100% അതിന്റെ ക്രെഡിറ്റ് അവർക്കാണ്. കാരണം ഇത് അവർ കാണുന്നുണ്ടാകും. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, അത് നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് മാത്രമാണ്. ഇത് യൂട്യൂബിൽ ഇപ്പൊ ക്ലിക്ക് ആയിട്ടുള്ള നിങ്ങൾ കാണുന്ന എല്ലാ വലിയ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. അവരുടെ ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പലരും ഇത് കാണുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ ചാനലിൽ ഇൻവാലിഡ് ട്രാഫിക്, ഫേക്ക് ആയിട്ട് ട്രാഫിക്, വാച്ച് ടൈം കൊണ്ടുവന്ന ശേഷമായിരിക്കും. പിന്നീട് നമ്മൾ ഇനി എന്ത് തലകുത്തി മറിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം യൂട്യൂബിൻ്റെതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവർക്കറിയാം ഇതിലേക്ക് വ്യൂസും വാച്ച് ടൈമും സബ്ബൊക്കെ ഏത് ഐഡിയിൽ നിന്ന് എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന് എതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ രക്ഷപ്പെടാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വർഷം രക്ഷപ്പെടാനുള്ള ആ സാധ്യത അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വിജയിക്കുന്നതാണ്. അപ്പൊ ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ ചാനൽ എത്രയും വേഗത്തിൽ മോണിറ്റൈസേഷൻ ആയി പേയ്മെന്റ് നിങ്ങളുടെ കൈകളിലേക്ക്, ആദ്യത്തെ പേയ്മെന്റ് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.